ഇറ്റ്സ് ബുൾഷിറ്റ്. കാരണം ഒന്നുമില്ല അതിനകത്ത്. കാരണം എന്തെങ്കിലും ഒരു അലിഗേഷൻ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതിന് ശക്തമായ ഒരു പിൻബലം വേണ്ടേ? നിയമത്തിൻ്റെ ഒരു പിൻബലം വേണം. അതുപോലെ സർക്കംസ്റ്റൻസസിൻ്റെ ഒരു പിൻബലം വേണം. അതൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കേസുമായിട്ട് വന്നിരിക്കുന്നു. ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകയ്ക്ക് ശരിക്കും നേരിട്ട ഈ ദുരനുഭവത്തിനോട് പ്രതിഷേധം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിനയം ഒരു കലയാണ്. അത് ഞങ്ങളുടെ തൊഴിലും കൂടിയാണ്. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിശ്ചയം. അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേരി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരു വനിത വരുമ്പോൾ ആരാണ് പേടിക്കുന്നത്, എന്തിനെയാണ് പേടിക്കുന്നത്, ആർക്കാണ് കല്ലുകടി? അതെപ്പോഴും ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംഘടന തന്നെയാണ്, ഒരു എലൈറ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സ്ഥാനത്തേക്ക് ആര് വരാനിരുന്നാലും ഇത്തരത്തിൽ അപമാനിക്കുന്നത് അത് നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ആർക്കെതിരെയും നിയമത്തെ ദുരുപയോഗം ചെയ്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കേസെടുക്കാം എന്നുള്ളതാണ്. അമ്മയിൽ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികളൊന്നും സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു പരാതികളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ കള്ളക്കേസുകളൊക്കെ കുടുക്കി ഒരാളെ മനഃപൂർവ്വമായി വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി രംഗത്തെത്തുന്നത്. അവർക്കില്ലാത്ത എന്ത് പരിമിതിയാണ് ശ്വേതാ മേനോന് ഉള്ളത് എന്നുള്ളത്. അഭിനയിച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ചിത്രങ്ങളിലെ ചില ക്ലിപ്പുകളുടെ പേരിൽ ഏറെ വിചിത്രമായ പരാതികൾ വരിക. കോടതി അത് അന്വേഷിക്കാൻ പറയുന്നു, കേസാകുന്നു. ഒടുവിൽ ഹൈക്കോടതി ആ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുന്നു. ശ്വേതാ മേനോന്റെ വ്യക്തിത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാതികളും കേസുമാണ് ഉയർന്നു വന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. വലിയ സാമൂഹിക പിന്തുണയാണ് ശ്വേതയ്ക്ക് ലഭിക്കുന്നത്. എങ്കിലും പെട്ടെന്ന് ഒരാൾക്കെതിരെ ഇങ്ങനെയൊരു കേസ് വരാനുള്ള സാഹചര്യം, ഒപ്പം ഗൂഢാലോചനയുമൊക്കെയാണ് സംശയിക്കപ്പെടുന്നത്. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കളിമണ്ണ് സിനിമയാണെങ്കിലും രതിനിർവേദം സിനിമയാണെങ്കിലും ഒപ്പം പാലേരി മാണിക്യം, ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇറങ്ങിയ ഒരു സിനിമയാണ്. ഒപ്പം ഇതിൽ ഈ പരാതിയിൽ പറയുന്ന ശ്വേതാ മേനോൻ അഭിനയിച്ചു എന്ന് പറയുന്ന ഗർഭനിരോധന ഉറയുടെ പരസ്യം, അത് ഏകദേശം 30-ലധികം വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരു പരസ്യമാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരാൾക്കെതിരെ ഒരു പരാതി വരിക, അത് അഭിനയിച്ച ആ നടിക്കെതിരെ മാത്രമാണ്. നമുക്കറിയാം, ഈ ചിത്രങ്ങൾ എടുത്താൽ തന്നെ സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ നേടിയ ചിത്രമാണ്. ഒപ്പം പ്രശസ്തരായ സംവിധായകരുടെ ചിത്രങ്ങളാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സഹനടന്മാരുമൊക്കെ ആയിട്ടും അല്ലെങ്കിൽ പ്രധാന റോളിലൊക്കെ എത്തിയിരിക്കുന്നത് മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഇല്ലാത്തൊരു കേസ് ശ്വേതാ മേനോനെതിരെ വരുമ്പോൾ തീർച്ചയായും പലരും ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ തീർച്ചയായും സംശയിക്കപ്പെടുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു കേസ് വരിക എന്നുള്ളത്. ഒപ്പം തന്നെ ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത ഒരു സാഹചര്യത്തിലും അതുമായി ബന്ധപ്പെട്ട് പല കോലാഹലങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്, പല വിഴുപ്പലക്കലുകൾ നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം കേസുകൾ വരുന്നതൊക്കെ പലരും അതുകൊണ്ട് തന്നെയാണ് പലരും ഗൂഢാലോചനയൊക്കെ സംശയിക്കപ്പെടുന്നത്. എന്ത് തോന്നുന്നു മായ? എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഈ കേസ് തന്നെ അശ്ലീലമെന്ന് ഇരിക്കുന്നു. കാരണം ഹൈക്കോടതി പോലും ഈ കേസ് സ്റ്റേ ചെയ്തു. അതിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ഈ കേസിൽ തന്നെ. അമ്മ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നു, അതിലേക്കൊരു വനിത വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജഗദീഷ് പോലും ആ പത്രിക പിൻവലിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്താണ്? ഈ കേസ് ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു സെൻസർ ബോർഡുണ്ട്. ആ സെൻസർ ബോർഡ് ഓരോ സിനിമ കണ്ട് അംഗീകരിച്ച് ഒരു സർട്ടിഫിക്കറ്റ് നൽകിയാണ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വിടുന്നത്. അത് പബ്ലിക്കിന് കാണാൻ കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ആ ഒരു സെൻസർ ബോർഡ് അതിന് അംഗീകാരം നൽകുന്നതും. എ സർട്ടിഫിക്കറ്റ് ഉണ്ട്, യു സർട്ടിഫിക്കറ്റ് ഉണ്ട്, UA സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇങ്ങനെ 3 സർട്ടിഫിക്കറ്റ് നൽകിയായിരിക്കും ഒരു സിനിമ പുറത്തേക്ക് വരുന്നത്. അത് പബ്ലിക്കിന് കാണാൻ കഴിയുന്ന തരത്തിലുള്ള സിനിമയായതുകൊണ്ട് തന്നെയാണ് അതിന് അംഗീകാരം ലഭിക്കുന്നതും. പിന്നെ എന്തിനാണ് ഈ ഒരു രാജ്യത്ത് ഈ ഒരു സെൻസർ ബോർഡ് എന്തിനാണ്? ഇങ്ങനെ നമ്മൾ എല്ലാവരും ചേർന്ന് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു സെൻസർ ബോർഡിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനുപരി ഈ ഒരു കേസ് ഇപ്പോൾ എന്തിനാണ് എന്നുള്ളതാണ്.
പലരും പറയുന്നുണ്ട് ഗൂഢാലോചന തന്നെയാണ്, അതിനു പിന്നിൽ ബാബുരാജാണെന്നടക്കം പല നടികളും പബ്ലിക്കായി വന്ന് പുറത്തു പറഞ്ഞ സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? കാരണം 10-25 വർഷമായി ഈ 3 സിനിമകൾ ഇറങ്ങിയിട്ടും ഏറെ വർഷങ്ങളായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അപ്പോഴില്ലാത്ത ഒരു പരാതി ഇപ്പോൾ എന്തുകൊണ്ട് ഉയർന്നു വന്നു എന്നത് ഒരു ചോദ്യമാണ്. ശ്വേതാ മേനോൻ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായി കല്ലുകടികൾ. അന്നേരം തൊട്ട് ഈ വിവാദം തുടങ്ങിയതാണ്. ഇപ്പോൾ മത്സരിക്കും എന്ന് ഉറപ്പായത്, അല്ലെങ്കിൽ ശ്വേത ജയിക്കും എന്ന് ഉറപ്പായത് കൊണ്ടാണോ ഇത്തരത്തിലൊരു കേസ് വന്നത് എന്നുള്ളത് സംശയിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുമ്പോൾ അതും അവിടെ ചോദ്യം ചിഹ്നമാണ്. കാരണം ഇങ്ങനെ ഒരു തട്ടുപൊളിപ്പൻ കേസ് എന്തിന്? മായ സൂചിപ്പിച്ചിരുന്നു, ഈ സിനിമയിലെല്ലാം നടന്മാർ അഭിനയിച്ചിരുന്നല്ലോ, അവർക്കില്ലാത്ത എന്ത് പരിമിതിയാണ് ശ്വേതാ മേനോന് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുതന്നെയാണ് എല്ലാവരും ഉയർത്തുന്ന ചോദ്യവും അതുതന്നെയാണ്. ഈ പരാതിയിലടക്കം പറഞ്ഞിരിക്കുന്നത് ഈ അശ്ലീലത അത് കാണിച്ച് ധനസമ്പാദനത്തിന് വേണ്ടി ശ്വേതാ മേനോൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ പരാതിയിൽ പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധവും അശ്ലീലവും, നമുക്കത് പൊതുമധ്യത്തിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് പറയുന്നത്. ഇത് ഈ CJM കോടതി ഇത് കേസെടുക്കാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ ശരിക്കും പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ കോടതി ഇത് ചിലപ്പോൾ അത് നടപടിക്രമങ്ങളുടെ ഭാഗമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു പരാതി, ആ സംഭവങ്ങളൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കോടതിക്ക് കേസെടുക്കാൻ പറയുമെന്നുള്ളത് പലരും സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു ദുരുപയോഗം, അതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പല നിയമവിദഗ്ധരുമൊക്കെ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾക്ക് ഇതുപോലെ ഏതെങ്കിലും, ഇപ്പോൾ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പലരും ബലാത്സംഗ സീനിൽ അഭിനയിക്കുന്നുണ്ട്. എന്തിന് മോഹൻലാൽ തന്നെ തന്മാത്രയിൽ നഗ്നനായി അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതും കാണിച്ച് ഇവർക്കെതിരെയൊക്കെ നാളെ ഒരാൾ കേസുമായി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? പലർക്കും അങ്ങനെ ആ രീതിയിലൊക്കെ സമീപിക്കുക. ഇതിപ്പോൾ ശ്വേതാ മേനോൻ ആയതുകൊണ്ട് അവർക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള ആർജവമുണ്ട്. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഒരു സാധാരണക്കാരനെയൊക്കെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇത്തരം ഒരു പരാതി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ അതിന് നിയമപരമായി അതിനെങ്ങനെ മുന്നോട്ട് പോകും? അവർക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആർക്കെതിരെയും നിയമത്തെ ദുരുപയോഗം ചെയ്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കേസെടുക്കാം എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്കിതിനെ അമ്മ തെരഞ്ഞെടുപ്പുമായി അങ്ങനെയൊന്നും ബന്ധിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ കൂടിയും ഇതൊക്കെ സംശയങ്ങളാണ്. ഈ ഗൂഢാലോചന ഇതൊക്കെ സംശയങ്ങളാണ്. എന്നിരുന്നാൽ കൂടി ഈ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കേസ് വരുമ്പോൾ ഇത് ഭാവിയിൽ അല്ലെങ്കിൽ വരും ദിവസം മറ്റുള്ളവർ കൂടി ഇത്തരത്തിൽ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ ഒരു പ്രത്യേക സമയത്ത് ആളുകളെ വ്യക്തിത്വത്തെ അപമാനിക്കാനുമൊക്കെ ഒരു സാഹചര്യമുണ്ട്. അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ശ്വേതാ മേനോനെ സംബന്ധിച്ചാണെങ്കിൽ ഇവർക്കെതിരെ ഈ FIR ഇട്ടു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു കുറ്റം ചെയ്തു എന്നുള്ളതല്ല. പിന്നെയുള്ള കുറ്റപത്രങ്ങളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ അവർ ഒരു ആരോപണ വിധേയമാകുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ശ്വേതാ മേനോനെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുകയും അവരുടെ വ്യക്തിത്വത്തെ തന്നെ ഹനിക്കുന്ന രീതിയിലുമുള്ള എന്താണോ ഈ പരാതിക്കാരൻ ഉദ്ദേശിച്ചത് അത് നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരാൾ ഇതുപോലെ കേസെടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായും അവന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവരെങ്ങനെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുമായി വരുമ്പോൾ ഈ കോടതിയിലെത്തി അല്ലെങ്കിൽ പോലീസ് തന്നെ ഇതിൽ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ കള്ളക്കേസുകൾ കൊടുക്കുന്ന ഒരാൾക്ക് തിരിച്ചടി കൊടുക്കുവാൻ വേണ്ടി ഈ കേസുകളിലും മറ്റ് പ്രൊസീജിയേഴ്സിലും ഉണ്ടാകുന്ന ഒരു കാലതാമസങ്ങളൊക്കെ തടസ്സമാകുന്നുണ്ട്. മറ്റൊരാൾക്ക് ഇപ്പോൾ അശ്വതി എനിക്കെതിരെ ഒരു കള്ളപ്പരാതി തന്നു, ഞാൻ അതിനെതിരെ അവസാനം കേസും കൂട്ടവും ഒക്കെ കഴിഞ്ഞ് എനിക്ക് തിരിച്ച് അശ്വതിക്കൊരു പരാതി അല്ലെങ്കിൽ അശ്വതിക്കെതിരെ ഇതിനൊരു നിയമ നടപടി സ്വീകരിക്കാൻ വലിയ കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴായിട്ട് പല കേസുകളിലൊക്കെ കണ്ടത്. ഈ കള്ളക്കേസിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ വളരെ തിരിച്ചടിച്ചത് നിയമപരമായി വിജയിച്ചത് ഏകദേശം നമ്പിനാരായണനെ പോലെയുള്ള കേസുകൾ. അങ്ങനെ നമ്പിനാരായണൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അത്തരത്തിൽ ഇത് ഒരു വിഷയമായി അല്ലെങ്കിൽ പൊതുസമൂഹം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെ. ഇങ്ങനത്തെ ഇത്തരത്തിൽ കള്ളക്കേസുകളൊക്കെ കുടുക്കി ഒരാളെ മനഃപൂർവ്വമായി വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി രംഗത്തെത്തുന്നത്. എനിക്ക് തോന്നുമായ അതുകൊണ്ട് തന്നെയായിരിക്കും ഹൈക്കോടതി ഇതിൻ്റെയൊക്കെ നിയമവശങ്ങൾ പരിശോധിച്ചതുകൊണ്ട് തന്നെയാണ് ഈ കേസ് സ്റ്റേ ചെയ്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊക്കെ ഉപരി ഈ കേസ് കൊടുത്ത ആളുടെ വാദങ്ങൾ കേൾക്കണം. അതിലും വലിയ വിചിത്രങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊരു വശത്ത് ഈ കളിമണ്ണ്, പാലേരി മാണിക്യം, രതി നിർവേദം, ഈ 3 സിനിമകളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സിനിമകളുടെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ പല പോൺ സൈറ്റുകളിൽ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ലിങ്കുകൾ കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്.
അതിൽ ഈ ലിങ്കുകളൊന്നും തുറക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതൊക്കെ ബാനാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ കണ്ടു? അദ്ദേഹം പറയുന്നത് 2 ചെറു കുട്ടികൾ അത് കാണുന്നു, അത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇതെത്ര അശ്ലീലമാണ് എന്ന് കാണിച്ചുകൊണ്ടൊരു കേസ് കൊടുക്കുന്നത്. അദ്ദേഹം അത് മാർച്ച് മാസത്തിൽ എന്തോ ആണ് ആ കേസ് കൊടുക്കുന്നത്. അത് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതെന്തുമായിക്കോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. പക്ഷേ അത്തരത്തിൽ ലിങ്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഇത് എവിടുന്ന് കണ്ടു, അല്ലെ ആ കുട്ടികൾ എവിടുന്ന് കണ്ടു? ഇത്തരത്തിൽ ഈ 3 സിനിമയുടെ ക്ലിപ്പുകൾ മാത്രം വെട്ടിയെടുത്ത് ഈ പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്തവർക്കെതിരെയല്ലേ ശരിക്കും കേസ് വരേണ്ടത്? എന്തുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ശ്വേതാ മേനോനെതിരെ ഇത്തരത്തിലൊരു കേസ് വരുന്നു? അതല്ലേ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. ഇതൊക്കെ ചോദ്യചിഹ്നമായി അവിടെ ഉയരുമ്പോഴാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഗൂഢാലോചന അല്ലെങ്കിൽ അമ്മ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നമ്മൾ പോകുന്നത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കേസ് ഇപ്പോൾ വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമകളൊക്കെ ഇറങ്ങി എത്രയോ വർഷങ്ങളായി, 10-25 വർഷമായി, അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പരാതി, അപ്പോഴൊന്നും ഇല്ലാത്ത കേസുകൾ, അപ്പോഴൊന്നും ആളുകൾ കണ്ടിട്ടില്ലാത്ത ചിത്രങ്ങൾ, എങ്ങനെ ഇപ്പോൾ ഈ ഒരു കേസ് പൊങ്ങി വന്നു? ആർക്കാണ് ഈ വിഷയത്തിൽ കല്ലുകടി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉയർന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഈ നടിമാരൊക്കെ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. വനിത കടന്നു വരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ഒരു കേസും കൊണ്ട് ഇപ്പോൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത് പല നടിമാരും സമൂഹ മാധ്യമത്തിൽ, പൊതുസമൂഹത്തിൽ വന്ന് ചോദിച്ച ചോദ്യമാണ്. അതൊക്കെ ഒരു സംശയ നിഴലിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, അമ്മ എന്ന സംഘടന ഇപ്പോൾ നിലവിൽ വന്നിട്ട് 30 വർഷത്തിലേറെയായി. അപ്പോഴൊന്നും ഒരു വനിതാ പ്രസിഡന്റ് വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു സതുദ്ദേശത്തോടു കൂടിയാണ് ജഗദീഷ് പോലും പിന്മാറിയത്. ആ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നതിന് പകരം ഇത്തരത്തിലുള്ള കേസൊക്കെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്ന് ശ്വേതാ മേനോൻ ആയിക്കോട്ടെ, ആ സ്ഥാനത്തേക്ക് ആര് വരാനിരുന്നാലും ഇത്തരത്തിൽ അപമാനിക്കുന്നത് അത് നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതിപ്പോൾ ഒരു പരാതിയുമായി ഒരു പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് അത് ഈ അശ്ലീലമാണോ അല്ലെങ്കിൽ ശ്ലീലമാണോ എന്ന് തീരുമാനിച്ച് കേസെടുക്കാൻ പറ്റുമെന്നാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദുർവ്യാഖ്യാനം എന്താണ്, അതിന് കൃത്യമായ നിർവചനം കൊടുത്ത് അത്തരത്തിലുള്ളൊരു ഗൈഡ് ലൈനാണ് നമ്മളുടെ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാന സർക്കാരുകളും നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ളൊരു ഗൈഡ് ലൈനുകളാണ് വേണ്ടതെന്നാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഈ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അതെപ്പോഴും ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംഘടന തന്നെയാണ്, ഒരു എലൈറ്റ് ആയിട്ടുള്ളൊരു സംഘടനയാണ്. എനിക്ക് തോന്നുന്നു മറ്റ് ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഈ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലാണ് ഏകദേശം ഒരേ തുല്യ അളവിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ ഒരേ അളവിലുണ്ട്. ആളുകളുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണം ആണെങ്കിലും പുരുഷന്മാരുടെ എണ്ണം ആണെങ്കിലും. ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന് പിന്നെ സംഘടന വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി അവിടേക്ക് ഒരു വനിതാ പ്രസിഡന്റ് വരുന്നതൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവാദങ്ങളൊക്കെ ഉയർന്നു വരുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം അമ്മയുടെ തന്നെ വനിതാ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ചർച്ചകൾ, അതിൻ്റെ വിഴുപ്പലക്കൽ, ഒപ്പം മെമ്മറി കാർഡ് വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉയർന്നു വരുന്നത്. ഇതിൽ തന്നെ ഈ ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന്, അതാണ് നേരത്തെ ഗൂഢാലോചനയൊക്കെ പറഞ്ഞത്, ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ഒപ്പം ആ ആരോപണ വിധേയനായ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നടനൊക്കെ മാറി നിന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അമ്മയ്ക്കുള്ളിലുള്ള സ്ത്രീകളുടെ ഇടയിൽ നിന്നുള്ള വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ ശ്വേതാ മേനോനെതിരെ കേസൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഗൂഢാലോചന സംശയിക്കുന്നു എന്ന് പറയുന്നത്. തീർച്ചയായും അപ്പോൾ ഈ വിഴുപ്പലക്കളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പലപ്പോഴും ഇതിന് പിന്നിൽ ഏതോ ഒരു കറുത്ത കരങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അശ്വ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്ര വർഷങ്ങളായിട്ടുള്ളൊരു സംഘടന, അതിൻ്റെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ അവർ ഏത് രീതിയിൽ ഇനി സ്ത്രീ വിഷയങ്ങളിലൊക്കെ നടപടികൾ എടുക്കും എന്നുള്ളത് അത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ കൂടി അത് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ഇവരുടെ ഈ ശ്വേതാ മേനോൻ ആണെങ്കിൽ കൂടി മറ്റ് ഈ അമ്മയുടെ പലപ്പോഴും പല ആരോപണങ്ങളും ഒക്കെ മുൾമുനയിൽ നിർത്തിയ സമയമൊക്കെ ഉണ്ടായിരുന്നു. ദിലീപിൻ്റെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈ ശ്വേതാ മേനോനൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവർ സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു വളരെ കുറവായിട്ട് കണ്ടിട്ടുള്ളൂ. ഇവർ കടന്നു വന്നിട്ടുള്ള വഴികളിൽ അവർക്കുണ്ടായ അനുഭവങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നതല്ലാതെ അവർക്ക് ഒരു സ്ത്രീപക്ഷ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും ഒന്നും കണ്ടിട്ടുള്ളതല്ല. കാരണം അമ്മ സംഘടനയ്ക്കകത്ത് നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ്. അവിടെ ഒരു സ്ത്രീ ശബ്ദം മുന്നിട്ട് നിൽക്കുന്നത് വളരെ കുറവാണ്, നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് ഇപ്പോൾ ശ്വേതയായി
ശ്വേതയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. അത് എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് വഴിയെ കണ്ട് അറിയാം. പക്ഷേങ്കിൽ ഇത്തരത്തിൽ ശ്വേതാ മേനോനെതിരെ കള്ളക്കേസ് കുടുക്കി ഒരാളുടെ വ്യക്തിത്വത്തെ തന്നെ ഹനിക്കുന്ന രീതിയിൽ അവരെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്, അവരെ മാനസികമായി തളർത്തുക എന്നുള്ളത് പൊതുസമൂഹം പോലും അതിന് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർക്ക് ലഭിച്ച ജനപിന്തുണയും. ഒപ്പം ഈ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ, ദേവൻ ഉൾപ്പെടെ, അവർക്കെതിരെ മത്സരിക്കുന്ന ദേവൻ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്നതിൽ നിന്നും അവർക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നതെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെ, ഒരുപക്ഷെ ശ്വേത ജയിക്കും എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മായ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് തന്നെ അമ്മയിൽ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികളൊന്നും സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു പരാതികളും പരിഹരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് കാര്യമായി ഗൗരവത്തിലെടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ആരാണ് ശ്വേത അല്ലെങ്കിൽ എക്സ് ഓർ വൈ ആരെങ്കിലും വന്നോട്ടെ, ഒരു വനിത വരുമ്പോൾ ആരാണ് പേടിക്കുന്നത്, എന്തിനെയാണ് പേടിക്കുന്നത്, ആർക്കാണ് കല്ലുകടി? ഇതൊക്കെ ഉയരുന്ന ചോദ്യം തന്നെയാണ്. ഏതു മേഖലയിലായാലും സ്ത്രീകളെ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കരുത്, അത് ചെറുക്കുക തന്നെ ചെയ്യണം. ഇത്തരത്തിൽ ഇപ്പോൾ ഒരു കേസ് എന്തിന്? അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ.